എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. ഏലക്ക. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും സോയാബീനും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി മസാലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയൊരു സവാള, വലിയ 2 ഉരുളക്കിഴങ്ങ്, വലിയൊരു തക്കാളി, വെളുത്തുള്ളി അല്ലി വലുത് 3 എണ്ണം, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, കുറച്ച് സോയാബീൻ. ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് സോയാബീൻ മസാല എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതുമായിട്ട് നമുക്ക് ഈ സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോയാബീൻ വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള ഇതിൽ നിന്ന് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഇതേ എണ്ണയിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് ഇനി നമുക്കിതിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മുടെ സോയാബീൻ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് സോയാബീൻ ഇതുപോലെ ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊന്ന് ഇതുപോലെ കളയാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഉണക്കമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ജ്യൂസ് അടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാല നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ മീഡിയം ആക്കിയിട്ട് 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഇപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. ഇതോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏലക്ക